പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനും കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലും നടത്തുന്ന സുവോളജി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പാർട്ടിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്, ഗ്രിഗർ മെൻഡലിൻ്റെ ഡൈഹൈബ്രിഡ് ക്രോസ്, കൂടാതെ ലോ ഓഫ് ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് എന്നീ ടോപ്പിക്കുകളെ കുറിച്ചാണ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്. When the same experiments on pea plants were conducted in other plants, it was found that the F1 hybrid had a different phenotype, as expected, that did not resemble either of the two parents, but was in between the two phenotypes of the two parents. These are deviations of Mendelian inheritance. അതായത് ഗ്രിഗർ മെൻഡൽ ഗാർഡൻ പീ സസ്യങ്ങളിൽ നടത്തിയ വർഗസങ്കരണ പരീക്ഷണങ്ങൾ മറ്റു സസ്യങ്ങളിൽ നടത്തിയപ്പോൾ F1, F2 തലമുറയിലെ സങ്കര സസ്യങ്ങളുടെ പ്രകട സ്വഭാവത്തിൽ വ്യതിയാനങ്ങൾ കണ്ടെത്തി. അതായത് തികച്ചും പ്രതീക്ഷിക്കാത്തതും മാതൃജീവികളുടെ പ്രകടഗുണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്രകടഗുണങ്ങൾ F1, F2 തലമുറയിലെ സങ്കര സസ്യങ്ങളിൽ കണ്ടെത്തി. ഇത് ഗ്രിഗർ മെൻഡലിൻ്റെ പാരമ്പര്യ സ്വഭാവ നിയമങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഇതിനെ നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നു. ഇനി എല്ലാവരും ആ ടേബിൾ ശ്രദ്ധിക്കുക. നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിൻ്റെ കീഴിൽ നമുക്ക് 6 കൺസെപ്റ്റുകളാണ് പഠിക്കാനുള്ളത്. 1. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. 2. കോ ഡോമിനൻസ്. 3. മൾട്ടിപ്പിൾ അലീൽസ്. 4. പോളിജീൻ ഇൻഹെറിറ്റൻസ്. 5. പ്ലിയോട്രോപ്പി. 6. ലിങ്കേജ്. ഈ ഓരോ ടോപ്പിക്കുകളെക്കുറിച്ചും നമുക്കിനി വിശദമായി പഠിക്കാം. നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിലെ ആദ്യ ടോപ്പിക്കായ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ കുറിച്ച് പഠിക്കാം. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് അഥവാ അപൂർണ പ്രകട സ്വഭാവം, ഇത് പ്രപ്പോസ് ചെയ്തത് കോൾ കോറൻസ് എന്ന സയൻറ്റിസ്റ്റാണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കുന്ന ചില ഉദാഹരണങ്ങൾ പരിശോധിക്കാം. 1. The inheritance of flower color in the dog flower, which is known as snapdragon or Antirrhinum majus, and the flower color in Mirabilis jalapa, which is commonly known as 4 o'clock plant. Another example is starch synthesis in pea seeds. കോൾകോറൻസ് ഡോഗ് ഫ്ലവർ അഥവാ സ്നാപ്ഡ്രാഗൺ, ഇതിനെ ശാസ്ത്രീയമായി ആൻറ്റിറൈനം മാജസ് എന്ന് അറിയപ്പെടുന്നു. ഈ സസ്യങ്ങളിൽ നടത്തിയ വർഗസങ്കരണം അപൂർണ പ്രകട സ്വഭാവം മനസ്സിലാക്കുന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. മറ്റു ചില ഉദാഹരണങ്ങളാണ് ഫ്ലവർ കളർ ഇൻ മിറാബിലസ് ജലാപ്പ അഥവാ 4 മണിപ്പൂവിലെ പൂക്കളുടെ നിറവും പയർ വിത്തിലെ അന്നജ നിർമ്മാണവും. ആദ്യമായി നമുക്ക് ഇൻഹെറിറ്റൻസ് ഓഫ് ഫ്ലവർ കളർ ഇൻ ആൻറ്റിറൈനം മാജസ് പരിശോധിക്കാം, വിച്ച് ഈസ് കോമൺലി നോൺ ആസ് ഡോഗ് ഫ്ലവർ. ഇൻ ഡോഗ് ഫ്ലവർ, ദ റെഡ് ഫ്ലവർ കളർ ഈസ് ഡോമിനൻ്റ് ഓവർ വൈറ്റ് ഫ്ലവർ കളർ. ഉദാഹരണമായി ആൻറ്റിറൈനം സസ്യത്തിലെ പൂവിൻ്റെ നിറം പരിഗണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പൂവിൻ്റെ നിറം എങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു എന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ആ സസ്യത്തിലെ ചുവപ്പ് പൂക്കൾ ഡോമിനൻറ്റും വെള്ളപ്പൂക്കൾ റിസസീവ് ആണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇൻ എ ക്രോസ് ബിറ്റ്വീൻ ട്രൂ ബ്രീഡിംഗ് ഓർ ഹോമോസൈഗസ് റെഡ് ഫ്ലവേർഡ് പ്ലാന്റ് വിച്ച് ഈസ് ജീനോട്ടിപ്പിക്കലി R ആൻഡ് ട്രൂ ബ്രീഡിംഗ് ഹോമോസൈഗസ് വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റ് വിച്ച് ഈസ് ജീനോട്ടിപ്പിക്കലി r. But after the cross, unexpected result was obtained. The F1 plant with R genotype show a different phenotype that was pink instead of the expected red flower color, because R is partially dominant over r.
According to Gregor Mendel, in heterozygous condition, when two different alleles comes together, the dominant allele is completely dominant over the recessive allele. But here, in heterozygous condition, the dominant allele capital R, which is partially dominant over small r. This phenomenon is called incomplete dominance. കോൾകോറൻസ് ശുദ്ധവർഗ ചുവപ്പ് പൂക്കളുള്ള ക്യാപിറ്റൽ ആർ സസ്യങ്ങളെ വെളുത്ത പൂക്കളുള്ള സ്മോൾ ആർ സസ്യങ്ങളുമായി വർഗസങ്കരണം നടത്തി F1 തലമുറയിലെ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചു. F1 തലമുറയിലെ സസ്യങ്ങൾ എല്ലാം ഡോമിനൻ്റ് ട്രെയ്റ്റായ ചുവപ്പ് പൂക്കൾക്ക് പകരം ഉണ്ടായത് തികച്ചും അപ്രതീക്ഷിതമായ പിങ്ക് പൂക്കൾ ആയിരുന്നു. ഈ സസ്യങ്ങളുടെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഹെട്രോസൈഗസ് കണ്ടീഷനിലും ആയിരുന്നു. ഇത് ഗ്രിഗർ മെന്റലിൻ്റെ വർഗസങ്കരണ നിയമങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. അതിൽ നിന്നുള്ള പ്രകടമായ വ്യതിയാനമായിരുന്നു. അതായത് ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്നീ ഡിഫറൻറ്റ് അലീലുകൾ ഒരുമിച്ച് വന്നപ്പോൾ പിങ്ക് ഫ്ലവർ കളർ ആണ് ഉണ്ടായത്. ഇതുണ്ടാകാൻ കാരണം ക്യാപിറ്റൽ ആർ എന്ന ഡോമിനൻ്റ് അലീലിന് ഭാഗികമായി മാത്രമേ റെസസീവ് അലീലായ സ്മോൾ ആറിന് മേൽ സ്വാധീനം ചെലുത്താനായുള്ളൂ. അതായത് ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഗ്രിഗർ മെന്റൽ പറഞ്ഞ ലോ അനുസരിച്ച് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന ഹെട്രോസൈഗസ് കണ്ടീഷനിൽ അലീലുകൾ ഒരുമിച്ച് വരുമ്പോൾ ഡോമിനൻ്റ് അലീലായ ക്യാപിറ്റൽ ആർ റെസസീവ് അലീലായ സ്മോൾ ആറിൻ്റെ സ്വഭാവത്തിനെ പൂർണ്ണമായി മാസ്ക് ചെയ്യുന്നു. എന്നാൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഡോമിനൻ്റ് അലീലായ ക്യാപിറ്റൽ ആറിന് റെസസീവ് അലീലായ സ്മോൾ ആറിനെ ഭാഗികമായി മാത്രമേ മാസ്ക് ചെയ്യാനായുള്ളൂ, അല്ലെങ്കിൽ മറയ്ക്കാനായുള്ളൂ. ഇതിനെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നു. ദെൻ കോൾകോറൻസ് സെൽഫ് പോളിനേറ്റഡ് ദ F1 plant and raised the F2 generation. The F2 hybrid shows phenotype ratio 1:2:1. That is 1 red flowered plant, 2 pink flowered plants and 1 white flowered plant. Here genotype ratios was exactly same as the Mendelian monohybrid genotype ratio. That is 1:2:1. 1 capital R is to 2 capital R small r is to 1 small r. These ratios are similar in incomplete dominance and monohybrid cross. But the phenotype ratio had changed from 3:1 to 1:2:1. So here both phenotype and genotype ratios are same. That is 1:2:1. തുടർന്ന് കാൾകോറൻസ് F1 തലമുറയിലെ സസ്യങ്ങളിൽ സ്വപരാഗണം നടത്തി F2 തലമുറയെ ഉൽപ്പാദിപ്പിച്ചു. F2 തലമുറയിൽ ഉണ്ടായ സസ്യങ്ങളുടെ ജനിതകരൂപ അനുപാതം, പ്രകടരൂപ അനുപാതം ഇവ 1:2:1 ആയിരുന്നു. അതായത് രണ്ട് അനുപാതങ്ങളും സെയിം ആയിരുന്നു. ഒരു ചുവപ്പ്, 2 പിങ്ക്, 1 വൈറ്റ്. അഥവാ 1 capital R is to 2 capital R small r is to 1 small r. അതായത് ഗ്രിഗർ മെന്റലിൻ്റെ ഏകസങ്കര പ്രകടരൂപ അനുപാതമായ 3:1 നിന്ന് വ്യത്യസ്തമായ 1:2:1 എന്ന അനുപാതമാണ് അപൂർണ പ്രകട സ്വഭാവ അനുപാതം. ഇതിന് കാരണം ഹെട്രോസൈഗസ് കണ്ടീഷനിൽ, അതായത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന അലീലിക് കണ്ടീഷനിൽ ക്യാപിറ്റൽ ആർ എന്ന ഡോമിനൻ്റ് അലീലിന്
സ്മോൾ ആർ എന്ന റിസസീവ് അലീലിന് മുകളിൽ പൂർണ്ണ പ്രകടശേഷി പ്രകടിപ്പിക്കാൻ കഴിയാതെ വന്നു. അതിനാൽ ചുവപ്പിനും വെള്ള നിറത്തിനും ഇടയ്ക്കുള്ള മധ്യനിറമായ പിങ്ക് പ്രകടമായി. ഇതിനെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നു. ഇനി ആ ചിത്രം ശ്രദ്ധിക്കുക. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് വ്യക്തമാക്കുന്ന ഒരു ക്രോസ് അവിടെ കാണിച്ചിരിക്കുന്നു. ചുവപ്പ് പൂക്കളുള്ള സ്നാപ്ഡ്രാഗൺ പ്ലാന്റിനെയും വൈറ്റ് പൂക്കളുള്ള സ്നാപ്ഡ്രാഗൺ പ്ലാന്റിനെയും വർഗസങ്കരണം നടത്തിയിരിക്കുന്നു. ഈ രണ്ട് സസ്യങ്ങളും ട്രൂ ബ്രീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇവ രണ്ടും ഹോമോസൈഗസ് ആണ്. ചുവപ്പ് പൂവിൻ്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ആർ, വൈറ്റ് പൂവിൻ്റെ ജീനോടൈപ്പ് സ്മോൾ ആർ. ചുവപ്പ് പൂക്കളുള്ള സസ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാമേറ്റിൽ ക്യാപിറ്റൽ ആറും, വെള്ളപ്പൂക്കൾ ഉള്ള ചെടി ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാമേറ്റിൽ സ്മോൾ ആറും ഉണ്ടായിരിക്കും. ഇവ തമ്മിൽ സംയോജിച്ച് ഉണ്ടാകുന്ന F1 ജനറേഷനിലെ സങ്കര സസ്യങ്ങളെല്ലാം കാണിച്ച പ്രകടഗുണം പിങ്ക് ഫ്ലവർ ആയിരുന്നു. പ്രതീക്ഷിച്ചതിൽ നിന്നും വ്യത്യസ്തമായ പിങ്ക് നിറം. ഇവിടുത്തെ ജീനോടൈപ്പ് ആകട്ടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഹെട്രോസൈഗസ് കണ്ടീഷൻ. തുടർന്ന് അദ്ദേഹം F1 ജനറേഷനിലെ സസ്യത്തിനെ സെൽഫ് പോളിനേറ്റ് ചെയ്ത് F2 തലമുറ ഉണ്ടാക്കി. ഇതിൽ 4 പ്രോജനീസ് ഉണ്ടായി. ഒരെണ്ണം ചുവപ്പ് പൂവുള്ളതും, 2 പിങ്ക് പൂക്കളുള്ളതും, ഒരെണ്ണം വൈറ്റ് പൂവുള്ളതും. റേഷ്യോ 1:2:1. ഒരു ചുവപ്പ് പൂക്കളുള്ള സസ്യം, 2 പിങ്ക് പൂക്കളുള്ള സസ്യം, 1 വൈറ്റ് പൂക്കളുള്ള സസ്യം. ഇവയുടെ ജീനോടൈപ്പ് റേഷ്യോ 1 ക്യാപിറ്റൽ ആർ, 2 ക്യാപിറ്റൽ ആർ, 1 സ്മോൾ ആർ. അതായത് ഫിനോടൈപ്പ് ജെ റേഷ്യോ ആൻഡ് ജീനോടൈപ്പ് റേഷ്യോ ആർ സെയിം, ദാറ്റ് ഈസ് 1:2:1. ആ ചിത്രം ശ്രദ്ധിക്കുക. അതിൽ സ്നാപ്ഡ്രാഗൺ പ്ലാന്റിനെ നിങ്ങൾക്ക് കാണാം. അവിടെ നിങ്ങൾക്ക് ചുവപ്പ് പൂക്കളുള്ള ചെടികളെയും പിങ്ക് പൂക്കളുള്ള ചെടികളെയും നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഒന്നുകൂടെ വിശദമാക്കാം. ആദ്യമായി ആ ചിത്രത്തിൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് വിശദമാക്കുന്ന മോണോഹൈബ്രിഡ് ക്രോസ് ശ്രദ്ധിക്കുക. എവറി ഡിപ്ലോയിഡ് ഓർഗാനിസം ഹാസ് എ പെയർ ഓഫ് അലീൽസ് ഓഫ് ഈച്ച് ജീൻ which are identical called homozygote or homozygous, or unidentical called heterozygote or heterozygous condition. According to incomplete dominance, in heterozygous condition, a progeny shows intermediate character between two parental characters. The reason is, in heterozygous condition, when two opposite alleles of the same gene come together, they compete each other and produce an intermediate trait instead of the dominant trait that appeared in previous Mendel's experiments. So, in the case of flower color inheritance in Antirrhinum majus or snapdragon plant, in homozygous condition, that is genotype capital R, and the phenotype was red flower, which was dominant trait. This purely or strictly follow Mendelian inheritance. In the second case, in heterozygous condition, the genotype was capital R, the phenotype expressed was pink flower, which is an intermediate trait. This is due to incomplete dominance. It was purely non-Mendelian inheritance. In the third condition, that is in homozygous condition, the genotype was small r. The phenotype expressed was white flower, which is the recessive trait that also follow Mendelian inheritance. അതായത്
ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൽ ഓരോ ജീനിനും ഓൾട്ടർനേറ്റീവ് ഫോംസ് ആയ അലീലുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഇങ്ങനെ ഒരു ജീനിൻ്റെ അലീലുകൾ സാദൃശ്യമുള്ളവയായാൽ അവയെ ഹോമോസൈഗസ് അഥവാ ഹോമോസൈഗോട്ട് എന്നും, ഒരു ജീനിൻ്റെ അലീലുകൾ സാദൃശ്യമുള്ളവ അല്ലാതെയായാൽ അതിനെ ഹെട്രോസൈഗസ് അഥവാ ഹെട്രോസൈഗോട്ട് എന്നും പറയുന്നു. അപൂർണ പ്രകട സ്വഭാവത്തിൽ അഥവാ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ ഇങ്ങനെ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിൽ പ്രകടമായത് ഇൻ്റർമീഡിയറ്റ് ട്രെയ്റ്റ് ആണെന്ന് നമുക്കറിയാം. ഇത് എങ്ങനെ പ്രകടമായി എന്ന് നമുക്ക് ഇനി പരിശോധിക്കാം. അതായത് ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഒരു ജീനിൻ്റെ രണ്ട് വിപരീത ജോഡി അലീലുകൾ ഒരുമിച്ച് വരുമ്പോൾ ഇവയിൽ ഒന്ന് മറ്റൊന്നിൻ്റെ പ്രകടഗുണത്തെ ഭാഗികമായി തടയുന്നു. അതിനാലാണ് ഹെട്രോസൈഗസ് കണ്ടീഷനിൽ രണ്ട് ട്രെയ്റ്റിനും ഇടയിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ട്രെയ്റ്റ് അഥവാ മധ്യഗുണം പ്രകടമായത്. ഇതിനെ അപൂർണ പ്രകട സ്വഭാവം അഥവാ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നു. മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിൽ നിന്നും തികച്ചും വ്യതിചലിച്ചതിനാലാണ് ഇതിനെ നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ആൻറ്റിറൈനം സസ്യത്തിൻ്റെ പുഷ്പത്തിൻ്റെ നിറം പരിഗണിച്ച് ഏകവർഗ സങ്കരണം നടത്തുമ്പോൾ F1, F2 തലമുറയിലെ സങ്കര സസ്യങ്ങളിൽ ഈ പറയുന്ന അലീലിക് കോമ്പിനേഷൻസ് വന്നാൽ ഏത് ട്രെയ്റ്റ് പ്രകടമാകുമെന്നും അത് എന്തുകൊണ്ടാണെന്നും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അത് ഒന്നുകൂടി നമുക്ക് വിശദമാക്കാം. ക്യാപിറ്റൽ ആർ എന്ന ഹോമോസൈഗസ് ഡോമിനൻ്റ് കണ്ടീഷനിൽ പ്രകടഗുണം ചുവപ്പ് പൂക്കൾ ആണ്. ഇത് മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിനെ പൂർണ്ണമായി അനുസരിക്കുന്നു. ഇനി R എന്ന ജീനോടൈപ്പിലെ ഹെട്രോസൈഗസ് കണ്ടീഷൻ വന്നാൽ പ്രകടഗുണം പിങ്ക് പൂക്കൾ ആയിരിക്കുമല്ലോ. ഇത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. കാരണം പിങ്ക് പൂക്കൾ ചുവപ്പ് പൂക്കൾക്കും വെളുത്ത റിസസീവ് ട്രെയ്റ്റിനും ഇടയിലുള്ള ഇൻ്റർമീഡിയറ്റ് ട്രെയ്റ്റ് ആണ്. ആയതിനാൽ ഇത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ഇത് അല്ലെങ്കിൽ ഈ കണ്ടീഷൻ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിനെ അനുസരിക്കുന്നില്ല എന്നും നമുക്ക് മനസ്സിലായി. ഇനി മൂന്നാമത്തെ കണ്ടീഷനായ ഹോമോസൈഗസ് റിസസീവ് കണ്ടീഷൻ ജീനോടൈപ്പ് r ആണെങ്കിൽ അവിടെ പ്രകടമായ ഗുണം വെളുത്ത പൂക്കളാണ്. ഇതും മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിനെ പൂർണ്ണമായി അനുസരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്ന് കണ്ടീഷനിൽ ഹെട്രോസൈഗസ് കണ്ടീഷനായ R എന്ന അലീലിക് കോമ്പിനേഷൻ വന്നപ്പോൾ മാത്രമാണ് മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിൽ നിന്നും വ്യതിചലിച്ചത്. അതുകൊണ്ട് ഇതിനെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നു. എന്നാൽ മറ്റ് രണ്ട് കണ്ടീഷൻസ് ആയ R എന്നീ ഹോമോസൈഗസ് കണ്ടീഷൻസിൽ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിൽ നിന്നും യാതൊരു തരത്തിലുള്ള വ്യതിചലനവും ഉണ്ടായില്ല എന്നും മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ വരുന്ന മറ്റൊരു എക്സാമ്പിളായ പയർ വിത്തിലെ അന്നജ നിർമ്മാണം പരിശോധിക്കാം. അന്നജ നിർമ്മാണം കൺട്രോൾ ചെയ്യുന്ന ജീൻ B എന്ന് വിചാരിക്കുക. എങ്കിൽ നമുക്കറിയാം ഡോമിനൻ്റ് അലീൽ ആയ B റിസസീവ് അലീലായ bയെ ഡോമിനേറ്റ് ചെയ്യും. മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് അനുസരിച്ച് ഡോമിനൻ്റ് അലീലായ B റിസസീവ് അലീലായ bയെ ഡോമിനേറ്റ് ചെയ്തിരിക്കണം. എന്നാൽ ഇവിടെ സംഭവിച്ചത് ശ്രദ്ധിക്കുക. B എന്ന ഹോമോസൈഗസ് ഡോമിനൻ്റ് കണ്ടീഷനിൽ പയർ വിത്തുകളിൽ കണ്ട സ്റ്റാർച്ച് ഗ്രെയിൻ ലാർജ് സൈസ് ആയിരുന്നു, അല്ലെങ്കിൽ ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻസ് ആയിരുന്നു കണ്ടത്. അതുപോലെ b എന്ന
ഹോമോസൈഗസ് റിസസീവ് കണ്ടീഷനിൽ പയർവിത്തുകളിൽ സ്മോൾ സ്റ്റാർച്ച് ഗ്രെയിൻസിനെയാണ് കണ്ടെത്തിയത്. എന്നാൽ ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്ന ജീനോടൈപ്പിലുള്ള ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഉള്ള പയർവിത്തുകളിൽ കണ്ടത് ഇൻ്റർമീഡിയറ്റ് സൈസുള്ള സ്റ്റാർച്ച് ഗ്രെയിൻസ് ആയിരുന്നു. ഗ്രിഗർ മെൻഡലിൻ്റെ ലോ ഫോളോ ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ കാണേണ്ടിയിരുന്ന സ്റ്റാർച്ച് ഗ്രെയിനിൻ്റെ സൈസ് ലാർജ് ആയിരിക്കണമല്ലോ. കാരണം ഡോമിനൻ്റ് അലീലായ ക്യാപിറ്റൽ ബി റിസസീവ് അലീലായ സ്മോൾ ബിയെ പൂർണ്ണമായിട്ട് ഡോമിനേറ്റ് ചെയ്യണം. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇൻ്റർമീഡിയറ്റ് സൈസുള്ള സ്റ്റാർച്ച് ഗ്രെയിൻ ആയതുകൊണ്ട് ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്നീ രണ്ട് ഓപ്പോസിറ്റ് അലീലുകൾ വന്നപ്പോൾ അതിൽ ഡോമിനൻ്റ് അലീലിന് റിസസീവ് അലീലിൻ്റെ പ്രകടഗുണത്തെ ഭാഗികമായി മാത്രമേ സ്വാധീനിക്കാനായുള്ളൂ എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഇൻ്റർമീഡിയറ്റ് സൈസുള്ള സ്റ്റാർച്ച് ഗ്രെയിൻസ് ഉണ്ടായത്. ഇതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിലെ അടുത്ത ടോപ്പിക്കായ മൾട്ടിപ്പിൾ അലീലിസം അഥവാ കോഡോമിനൻസ് എന്താണെന്ന് ഇനി നമുക്ക് പഠിക്കാം. നമുക്കെല്ലാവർക്കും അലീൽസ് എന്താണെന്ന് അറിയാമല്ലോ. ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൽ ഒരു ജീനിന് 2 ആൾട്ടർനേറ്റീവ് ഫോംസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇതിനെ അലീലുകൾ എന്ന് പറയുന്നു. അലീൽസ് ആർ ആൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് എ ജീൻ. എന്നാൽ ഇതിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതാണ് മൾട്ടിപ്പിൾ അലീലിസം. മലയാളത്തിൽ ഇതിനെ അലീലിക ആവൃത്തി എന്ന് പറയുന്നു. ഇതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. Some genes have a group of alleles more than 2 that regulate a particular character are called multiple alleles. So, multiple alleles can be simply defined as 3 or more alternative forms of a gene that control a particular character. ചില ജീനുകൾക്ക് 2-ലധികം അലീലുകൾ വരാം. ഇങ്ങനെ ഒരു ജീനിന് 3 അതിലധികമോ അലീലുകൾ വന്നാൽ ആ കണ്ടീഷനെ മൾട്ടിപ്പിൾ അലീലിസം അഥവാ അലീലിക ആവൃത്തി എന്ന് പറയുന്നു. എക്സാമ്പിൾ, മൾട്ടിപ്പിൾ അലീൽസ് ഓഫ് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ്. മനുഷ്യരിലെ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ജീനിന് ഉള്ളത് മൾട്ടിപ്പിൾ അലീൽസ് ആണ്. വിശദമാക്കാം. ഹ്യൂമൻ RBC's plasma membrane has a type of sugar which is a glycoprotein coded by a gene capital I. The capital I gene has 3 alleles. IA. This allele codes sugar A or antigen A on the surface of plasma membrane of RBC. Another allele is IB that codes sugar B or antigen B on the surface of RBC's plasma membrane. The third allele is small I which codes no sugar or antigen. So, human blood group is controlled by a gene capital I which has 3 alternative forms, capital IA, capital IB and small I. These are called multiple alleles. മനുഷ്യ RBCയുടെ പ്ലാസ്മ സ്തരത്തിൽ ഗ്ലൈക്കോപ്രോട്ടീൻ ഇനത്തിലെ ഒരു ഷുഗർ കാണുന്നു. ഇതിനെ കോഡ് ചെയ്യുന്ന ജീനാണ് ക്യാപിറ്റൽ I. ക്യാപിറ്റൽ I എന്ന ജീനിന് 3 അലീലുകൾ ഉണ്ട്. IA, IB ആൻഡ് സ്മോൾ I. ഈ കണ്ടീഷനെ മൾട്ടിപ്പിൾ അലീലിസം അല്ലെങ്കിൽ അലീലിക് ആവൃത്തി എന്ന് പറയുന്നു. അലീലിക ആവൃത്തി എന്ന് പറയുന്നു. IA, IB ഇവ യഥാക്രമം ഷുഗർ ടൈപ്പ് എയും ഷുഗർ ടൈപ്പ് ബിയും നിർമ്മിക്കുന്നു. എന്നാൽ റിസസീവ് അലീലായ സ്മോൾ I ഒരു ഷുഗറിനെയും ഉൽപ്പാദിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ കോഡ് ചെയ്യുന്നില്ല. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് കൂടിയുണ്ട്. IA, IB ഇവ രണ്ടും ഡോമിനൻ്റ് അലീലാണ്. സ്മോൾ I റിസസീവ് അലീലാണ്. IA, IB എന്നീ ഡോമിനൻ്റ് അലീലുകൾ
റിസസീവ് അലീലായ സ്മോൾ ഐയെ ഡോമിനേറ്റ് ചെയ്യുന്നു. ദീസ് പോയിന്റ്സ് ഷുഡ് റിമെമ്പർ. IA and IB are completely dominant over the recessive allele small I. That is, when IA and small I are present together, that means in heterozygous condition, only IA will express. That is, IA codes sugar A. Similarly, when IB and I are present, that is in heterozygous condition, only IB will express. IB codes sugar B. These conditions follow Mendelian law. If IA and IB are present together, they both express their own types of sugar, that is sugar A and sugar B. This is called codominance. This deviates Mendel's law. In homozygous recessive condition, that is small I, no sugar coded, which also follow Mendelian law. അതായത് IA, IB എന്നീ അലീലുകൾ പൂർണ്ണമായി റിസസീവ് അലീലായ സ്മോൾ ഐയെ ഡോമിനേറ്റ് ചെയ്യുന്നതിനാൽ ഹെട്രോസൈഗസ് കണ്ടീഷൻസ് ആയ IA സ്മോൾ ഐ ആൻഡ് IB സ്മോൾ ഐ എന്നീ കണ്ടീഷൻസിൽ യഥാക്രമം ഷുഗർ എയും ഷുഗർ ബിയും ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ഗ്രിഗർ മെൻഡലിൻ്റെ പാരമ്പര്യ സ്വഭാവ നിയമത്തിന് അനുസൃതമാണ്. എന്നാൽ രണ്ട് ഡോമിനൻ്റ് അലീലുകളായ IA, IB എന്നിവ ഒരുമിച്ച് വന്നാൽ ഈ രണ്ട് അലീലുകളും അവയുടെ ട്രേറ്റുകളെ ഒരേ സമയം എക്സ്പ്രസ് ചെയ്യുന്നു. അതായത് RBCയുടെ പ്ലാസ്മ മെംബ്രെയിനിൽ ഷുഗർ എയും ഷുഗർ ബിയും ഉണ്ടാകുന്നു. ഇതാണ് കോഡോമിനൻസ് അഥവാ സഹപ്രകടനം. ഇത് ഗ്രിഗർ മെൻഡലിൻ്റെ സ്വഭാവ നിയമങ്ങൾക്ക് അനുസൃതമല്ല. അതിനാൽ കോഡോമിനൻസ് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിന് ഒരു നല്ല ഉദാഹരണമാണ്. കാരണം ഇവിടെ രണ്ട് ഡോമിനൻ്റ് അലീലുകൾ ഒരുമിച്ച് വന്നപ്പോൾ രണ്ട് ഡോമിനൻ്റ് അലീലുകളുടെയും ട്രെയ്റ്റുകൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. അതാണ് കോഡോമിനൻസ്. ഇതുപോലെ ഹോമോസൈഗസ് റിസസീവ് കണ്ടീഷൻ, അതായത് സ്മോൾ ഐ കണ്ടീഷനിൽ RBC പ്ലാസ്മ മെംബ്രെയിനിൽ ഒരു ഷുഗറും ഉണ്ടാകുന്നില്ല. ഇതും ഗ്രിഗർ മെൻഡലിൻ്റെ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിനെ പൂർണ്ണമായി അനുസരിക്കുന്നു. ഇനി എല്ലാവരും റൈറ്റ് സൈഡിലെ ടേബിൾ ശ്രദ്ധിക്കുക. അവിടെ വിവിധ ബ്ലഡ് ഗ്രൂപ്പുകൾ എങ്ങനെ ഉണ്ടാകുന്നുവെന്നും അവയുടെ അലീലിക് കോമ്പിനേഷൻസ്, ജീനോടൈപ്പ്, ഏത് ടൈപ്പ് ഷുഗറാണ് എന്നൊക്കെ ഈസിയായി നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓസ്പ്രിങ്ങിൻ്റെ ജീനോടൈപ്പ് IA ആണെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനിൽ കോഡ് ചെയ്യപ്പെടുന്ന ഷുഗർ അഥവാ ആൻറ്റിജൻ എയും അതുകൊണ്ട് ബ്ലഡ് ഗ്രൂപ്പ് എയും ആയിരിക്കും. അതുപോലെ ഓസ്പ്രിങ്സിലെ ജീനോടൈപ്പ് IB ആണെങ്കിൽ കോഡ് ചെയ്യുന്ന ഷുഗർ അഥവാ ആൻറ്റിജൻ ബിയും ബ്ലഡ് ഗ്രൂപ്പ് ബിയും ആയിരിക്കും. ഇനി ഓസ്പ്രിങ്ങിൻ്റെ ജീനോടൈപ്പ് IA, IB എന്ന ഹെട്രോസൈഗസ് ഡബിൾ ഡോമിനൻ്റ് കണ്ടീഷനാണെന്ന് വിചാരിക്കുക. ഇവിടെ രണ്ട് ഡോമിനൻ്റ് അലീലുകളായ IA, IB എന്നിവ അവയുടെ ട്രെയ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നു. അതിനാൽ RBCയുടെ പ്ലാസ്മ മെംബ്രെയിനിൽ ഷുഗർ എയും ഷുഗർ ബിയും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ബ്ലഡ് ഗ്രൂപ്പ് AB. ഇങ്ങനെ രണ്ട് ഡോമിനൻ്റ് അലീലുകളും ഒരേ സമയം എക്സ്പ്രസ് ചെയ്യുന്നതിനാൽ ഇതിനെ കോഡോമിനൻസ് എന്ന് പറയുന്നു. ഇനി അടുത്ത ഓസ്പ്രിങ്സിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് IA സ്മോൾ ഐ ആണെന്ന് വിചാരിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം IA ഡോമിനൻ്റ് ആണ്, സ്മോൾ ഐ റിസസീവ് ആണ്. സ്മോൾ ഐയെ പൂർണ്ണമായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്ലാസ്മ മെംബ്രെയിനിൽ ഉണ്ടാകുന്ന ഷുഗർ അഥവാ ആൻറ്റിജൻ A ആയിരിക്കും. അതുകൊണ്ട് ബ്ലഡ് A ഗ്രൂപ്പ്. ഇത് ഗ്രിഗർ മെൻഡലിൻ്റെ ലോയെ പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യുന്നു. അതുപോലെ തന്നെ IBI ആണ് ഓസ്പ്രിങ്ങിൽ വരുന്ന ജീനോടൈപ്പ് എങ്കിൽ അവിടെ IB എന്ന ഡോമിനൻ്റ് അലീൽ സ്മോൾ ഐയെ പൂർണ്ണമായി ഡോമിനേറ്റ് ചെയ്യുന്നതിനാൽ ഉണ്ടാകുന്ന ഷുഗർ ടൈപ്പ് B ആയിരിക്കും, ബ്ലഡ് ഗ്രൂപ്പ് B ആയിരിക്കും. ഇതും ഗ്രിഗർ മെൻഡലിൻ്റെ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു.
അതുപോലെ തന്നെ ഇനി ഓസ്പ്രിങ്സിൻ്റെ ജീനോടൈപ്പ് സ്മോൾ ഐ ആണെങ്കിൽ പ്ലാസ്മ സ്തരത്തിൽ ഷുഗറിനെയോ ആൻറ്റിജനെയോ കോഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്ലഡ് ഗ്രൂപ്പ് O ആയിരിക്കും. ഇതും ഗ്രിഗർ മെൻഡലിൻ്റെ ഇൻഹെറിറ്റൻസിനെ പൂർണ്ണമായി ഫോളോ ചെയ്യുന്നു. അതായത് ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ പരിശോധിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ജീനോടൈപ്പുകൾ IA സ്മോൾ ഐ, IB സ്മോൾ ഐ ഈ കണ്ടീഷൻസ് എല്ലാം ഗ്രിഗർ മെൻഡലിൻ്റെ ഇൻഹെറിറ്റൻസിനെ അല്ലെങ്കിൽ ലോസിനെ പൂർണ്ണമായി ഫോളോ ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഹെട്രോസൈഗസ് ഡബിൾ ഡോമിനൻ്റ് കണ്ടീഷനായ IAIB കണ്ടീഷനിൽ 2 ഡോമിനൻ്റ് അലീലുകൾ ഒരുമിച്ച് വരികയും അവ രണ്ടിൻ്റെയും ട്രൈറ്റ് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെ കോഡോമിനൻസ് എന്ന് പറയുന്നു. ഇത് ഗ്രിഗർ മെൻഡലിൻ്റെ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ മെൻഡേലിയൻ ലോസിൽ നിന്നും വ്യതിചലിക്കുന്നു. അതിനാൽ ഇതിനെ നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ അലീലിക് കോമ്പിനേഷനായ IAIB എന്ന ഹെട്രോസൈഗസ് അലീലിക് കോമ്പിനേഷനും ബ്ലഡ് ഗ്രൂപ്പായ ABയും മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിനെ അനുസരിക്കുന്നില്ല, അതിൽ നിന്നും വ്യതിചലിക്കുന്നതായി മനസ്സിലാക്കാം. ഇതിനെ നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നു. അതായത് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ്സ് 4 തരത്തിലുണ്ട്: A, B, AB, O. ഇതിൽ എയും ബിയും ഒയും മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിനെയും മെൻഡേലിയൻ ലോസിനെയും പൂർണ്ണമായി അനുസരിക്കുന്നുവെങ്കിൽ AB ബ്ലഡ് ഗ്രൂപ്പ് മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിൽ നിന്നും വ്യതിചലിക്കുന്നു. അതിനാൽ ഇത് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ആണ്. ഇവിടെ AB ഗ്രൂപ്പ് എന്ന ഫീനോടൈപ്പ് കിട്ടാനുള്ള കാരണം 2 ഡോമിനൻ്റ് അലീലുകളും ഒരേ സമയം എക്സ്പ്രസ് ചെയ്തതിനാലാണ്. ഇതിനെ കോ ഡോമിനൻസ് എന്ന് പറയുന്നു. ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമിനേഷനുമായി ബന്ധപ്പെട്ട് എക്സാമിനേഷന് പൊതുവെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കൂടുതലും ഫാദറിൻ്റെയും മദറിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് തന്നിട്ട് പ്രോജനീസിൻ്റെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ പോസിബിലിറ്റീസൊക്കെ ആണ് ചോദിക്കാറ്. ചില ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. 1. ഫാദർ ഹാസ് ബ്ലഡ് ഗ്രൂപ്പ് A. മദർ ഹാസ് ബ്ലഡ് ഗ്രൂപ്പ് B. ബോത്ത് ആർ ഹെട്രോസൈഗസ്. ഫൈൻഡ് ഔട്ട് ദ പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ്സ് ഓഫ് ദെയർ ചിൽഡ്രൻ. ഫാദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എയും അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ബിയുമാണ്. രണ്ടുപേരുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഹെട്രോസൈഗസ് കണ്ടീഷനിലുമാണ്. എങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളിൽ വരാൻ സാധ്യതയുള്ള ബ്ലഡ് ഗ്രൂപ്പുകൾ ഏതൊക്കെയായിരിക്കും? ഫാദറിൻ്റെയും മദറിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് എയും ബിയുമാണ്. മാത്രമല്ല അവ ഹെട്രോസൈഗസ് ആയതുകൊണ്ട് ഇവരുടെ അലീലുകൾ ഡിസിമിലർ ആയിരിക്കുമല്ലോ. ജീനോടൈപ്പ് ഓഫ് ഫാദർ IA സ്മോൾ ഐ ആയിരിക്കും. ജീനോടൈപ്പ് ഓഫ് മദർ IB സ്മോൾ ഐ ആയിരിക്കും. ഫാദർ 2 തരം ഗ്യാമേറ്റുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. IA ഉള്ള ഒരു ഗ്യാമേറ്റും സ്മോൾ ഐ ഉള്ള മറ്റൊരു ഗ്യാമേറ്റും. അതുപോലെ അമ്മ ഉൽപ്പാദിപ്പിക്കുന്ന അണ്ഡത്തിൽ IBയോ സ്മോൾ ഐ അലീലോ വരാം. ഈ ഗ്യാമേറ്റുകൾ ഫ്യൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ആ ക്രോസ് വഴി ഇവർക്കുണ്ടാകുന്ന കുട്ടികളിൽ AB ഗ്രൂപ്പിന് 25% ചാൻസും A ഗ്രൂപ്പിന് 25% ചാൻസും B ഗ്രൂപ്പിന് 25% ചാൻസും AB ഗ്രൂപ്പിന് 25% ചാൻസും ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ പ്രോബ്ലം ശ്രദ്ധിക്കുക. ഫാദർ ഹാസ് AB ബ്ലഡ് ഗ്രൂപ്പ്, മദർ ഹാസ് റിസസീവ് ബ്ലഡ് ഗ്രൂപ്പ്. ഫൈൻഡ് ഔട്ട് ബ്ലഡ് ഗ്രൂപ്പ്സ് ഓഫ് ദെയർ ചിൽഡ്രൻ. ഫാദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ABയും മദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് റിസസീവുമാണ്. അതായത് റിസസീവ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അത് അലീലുകൾ റിസസീവായ O ഗ്രൂപ്പ് ആയിരിക്കും. അത് നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം. ഇനി നമുക്ക് ക്രോസ് ശ്രദ്ധിക്കാം. ഫാദറിൻ്റെ ജീനോടൈപ്പ് IAIB ആണല്ലോ. മദറിൻ്റെ ജീനോടൈപ്പ് റിസസീവ് ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് സ്മോൾ ഐ ആയിരിക്കും. മദർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാമേറ്റ്സിൽ IA അലീലുള്ള ഗ്യാമേറ്റുകളും IB ഉള്ള അലീലുള്ള ഗ്യാമേറ്റുകളും ഉണ്ടായിരിക്കും. അതുപോലെ മദർ ഉൽപ്പാദിപ്പിക്കുന്ന എഗ്ഗിൽ റിസസീവ് അലീലായ സ്മോൾ ഐ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ ഫ്യൂഷൻ ശ്രദ്ധിക്കുക. ഇവരുടെ കുട്ടികളിൽ A ഗ്രൂപ്പിന് 50% ചാൻസും B ഗ്രൂപ്പിന് 50% ചാൻസും ഉണ്ടെന്ന് മനസ്സിലാക്കാം. AB O ഗ്രൂപ്പിലെ കുട്ടികൾ ഇവർക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. മൂന്നാമത്തെ പ്രോബ്ലം ശ്രദ്ധിക്കുക. ഫാദർ ഹാസ് B ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹെട്രോസൈഗസ് കണ്ടീഷൻ. മദർ ഹാസ് AB ബ്ലഡ് ഗ്രൂപ്പ്.
ഫൈൻഡ് ഔട്ട് ചാൻസസ് ഓഫ് ഹാവിംഗ് ചൈൽഡ് വിത്ത് എ ബി ഓർ ബി ഗ്രൂപ്പ്സ്. ഈസ് എനി ചാൻസ് ഓഫ് ഹാവിംഗ് ചൈൽഡ് വിത്ത് എ ആൻഡ് ഒ ബ്ലഡ് ഗ്രൂപ്പ്സ്. മുൻപ് പറഞ്ഞതുപോലെ കറക്റ്റായി പാരൻസിൻ്റെ ജീനോടൈപ്പ് എഴുതി ഗ്യാമേറ്റുകൾ കണ്ടെത്തി അവയെ ഫ്യൂസ് ചെയ്യിച്ച് പ്രോജനീസിൻ്റെ ബ്ലഡ് ഗ്രൂപ്പുകൾ ഈസിയായി കണ്ടുപിടിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കണ്ടീഷൻ വ്യക്തമായി മനസ്സിലാക്കുക. ഹോമോസൈഗസ് ആണോ, ഹെട്രോസൈഗസ് ആണോ, റിസസീവ് ആണോ എന്നുള്ള കണ്ടീഷൻസ് വ്യക്തമായി മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് പാരൻസിൻ്റെ ജീനോടൈപ്പ് കറക്റ്റായിട്ട് എഴുതുക. ഇതിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. ജീനോടൈപ്പ് തെറ്റിയാൽ നിങ്ങളുടെ പ്രോബ്ലം മുഴുവനും തെറ്റിപ്പോകും. അടുത്ത്, വാട്ട് ആർ ദ പോസിബിൾ ജീനോടൈപ്സ് ഓഫ് എ പേഴ്സൺ ഹു ഹാസ് എ ബ്ലഡ് ഗ്രൂപ്പ്, ബി ബ്ലഡ് ഗ്രൂപ്പ്, എ ബി ബ്ലഡ് ഗ്രൂപ്പ്, ഒ ബ്ലഡ് ഗ്രൂപ്പ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പുകളുടെ പോസിബിൾ ജീനോടൈപ്പുകൾ. എ ഗ്രൂപ്പ് ആണെങ്കിൽ ഹോമോസൈഗസും ഹെട്രോസൈഗസ് കണ്ടീഷനും വരാം. ഹോമോസൈഗസ് കണ്ടീഷൻ IA, ഹെട്രോസൈഗസ് കണ്ടീഷൻ IA. ബി ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ഹോമോസൈഗസ് കണ്ടീഷനും ഹെട്രോസൈഗസ് കണ്ടീഷനും വരാം. ഹോമോസൈഗസ് ആണെങ്കിൽ IB, ഹെട്രോസൈഗസ് കണ്ടീഷൻ ആണെങ്കിൽ IBI. എ ബി ഗ്രൂപ്പുകാർക്ക് ഡബിൾ ഡോമിനൻ്റ് കണ്ടീഷനാണ്, ഹെട്രോസൈഗസ് കണ്ടീഷനുമാണ് IB. ഒ ഗ്രൂപ്പുകാർക്ക് ഡബിൾ റിസസീവ് കണ്ടീഷനാണ്, അതായത് i. ഒന്ന് പഠിച്ചാൽ തന്നെ ബ്ലഡ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട, ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമിനേഷനുമായി ബന്ധപ്പെട്ട എന്ത് ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് ഉത്തരമെഴുതാൻ സാധിക്കും. നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിലെ 4ാമത്തെ ടോപ്പിക്കായ പോളിജീനിക് ഇൻഹെറിറ്റൻസിനെ കുറിച്ച് ഇനി നമുക്ക് പഠിക്കാം. സം ട്രൈറ്റ്സ് ലൈക്ക് ഹ്യൂമൻ ഹൈറ്റ്, ഹ്യൂമൻ സ്കിൻ കളർ, എക്സെട്ര ആർ കൺട്രോൾഡ് ബൈ 3 or more genes, which are called polygenes or multiple genes. Such traits are called polygenic traits. Example, human height, human skin color, etc. Such inheritance has the influence of environment also. A classical example is human skin color. Human skin color is controlled by 3 genes, that is A, B and C. These are called polygenes, and the inheritance of their traits is called polygenic inheritance. മനുഷ്യരിലെ ചില സ്വഭാവങ്ങൾ, ഉദാഹരണമായി മനുഷ്യരിലെ ഉയരം, ത്വക്കിൻ്റെ നിറം ഇവ നിയന്ത്രിക്കുന്നത് 3 അതിലധികമോ ജീനുകൾ ആണ്. കാരണം ഈ സ്വഭാവങ്ങൾക്ക് അനേകം ഗുണഭേദങ്ങൾ ഉണ്ടായിരിക്കും, അഥവാ ഷെയ്ഡുകൾ ഉണ്ടായിരിക്കും. ജീനുകളുടെ ക്വാണ്ടിറ്റിയിലെ വ്യത്യാസമാണ് ഓരോ ഗുണഭേദങ്ങൾക്കും കാരണം. അതിനാൽ ഇതിനെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്നും പറയാം. ഇങ്ങനെ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന അനേകം ജീനുകളെ പോളിജീനുകൾ എന്ന് പറയാം. ഇത്തരം ഗുണഭേദങ്ങളെ പോളിജീൻ ട്രെയ്റ്റ്സ് എന്നും ഇത്തരം ഗുണഭേദങ്ങളുടെ ഇൻഹെറിറ്റൻസിനെ പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്നും പറയുന്നു. ഇതിൽ പരിസ്ഥിതി ഘടകങ്ങൾക്കും ഒരു പ്രധാന സ്വാധീനം ഉണ്ട്. ഹ്യൂമൻ സ്കിൻ കളർ തന്നെ പരിശോധിക്കാം. ഇതിന് ധാരാളം ഷെയ്ഡ്സ് ഉണ്ട്. ഇവയെ നിർണ്ണയിക്കുന്നത് 3 ജീനുകളാണ്, അവയുടെ ക്വാണ്ടിറ്റിയുമാണ്. A, B, C ഇവയാണ് ഈ 3 ജീനുകൾ. ഇവയെ പോളിജീനുകൾ എന്നറിയപ്പെടുന്നു. ആ ടേബിൾ ശ്രദ്ധിക്കുക. ഇവിടെ ഹ്യൂമൻ സ്കിൻ കളറിനെ നിർണ്ണയിക്കുന്ന പോളിജീനുകളുടെ ക്വാണ്ടിറ്റിയും അവ നിർണ്ണയിക്കുന്ന ട്രെയ്റ്റുകളും നിങ്ങൾക്ക് കാണാം. ജീനുകളുടെ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് സ്കിന്നിൻ്റെ കളറിൻ്റെ ഷെയ്ഡിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതും നിങ്ങൾക്കവിടെ കാണാം. ഉദാഹരണമായി ട്രിപ്പിൾ ഡോമിനൻ്റ് കണ്ടീഷനിൽ, അതായത് ട്രിപ്പിൾ ഹോമോസൈഗസ് ഡോമിനൻ്റ് കണ്ടീഷനിൽ സ്കിൻ കളർ ഡാർക്കസ്റ്റ് ആണ്. അതായത് ഇവിടുത്തെ ജീനോടൈപ്പ് ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C. ഇങ്ങനെ 3 ഡോമിനൻ്റ് അലീലുകളും ഹോമോസൈഗസ് കണ്ടീഷനിൽ വന്നാൽ സ്കിൻ കളർ ഡാർക്കസ്റ്റ് ആയിരിക്കും. ഇനി ഈ ഓരോ ഡോമിനൻ്റ് അലീലുകളുടെയും അളവ് കുറയുന്നതനുസരിച്ച് സ്കിന്നിൻ്റെ കളർ ഷെയ്ഡിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാം. ഉദാഹരണമായി ക്യാപിറ്റൽ A സ്മോൾ a, ക്യാപിറ്റൽ B സ്മോൾ b, ക്യാപിറ്റൽ C സ്മോൾ c എന്ന ഹെട്രോസൈഗസ് കണ്ടീഷനിൽ സ്കിൻ കളർ ഇൻ്റർമീഡിയറ്റ് ആണ്. കാരണം ഇവിടെ ഡോമിനൻ്റ് അലീലുകളും
റിസസീവ് അലീലുകളും 50-50 ആണ്. അതുകൊണ്ട് ഇവിടുത്തെ സ്കിൻ കളർ ഇൻ്റർമീഡിയറ്റ് ആണ്. ഇനി മൂന്നാമത്തെ കണ്ടീഷനിൽ ട്രിപ്പിൾ റിസസീവ് കണ്ടീഷൻ, ജീനോടൈപ്പ് സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി. ഇവിടെ ഒരു ഡോമിനൻ്റ് അലീൽ പോലും ഇല്ല, റിസസീവ് അലീലുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സ്കിൻ കളർ ലൈറ്റസ്റ്റ് ആയിരിക്കും. ഇതിൽ നിന്നും നമുക്ക് ഓരോ ജീനുകളുടെയും ക്വാണ്ടിറ്റി സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഇതിനെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. സോ ഇൻ ഹ്യൂമൻ സ്കിൻ കളർ ഈച്ച് അലീൽ ഹാസ് എഫക്റ്റ് ഓൺ ഈച്ച് ഷെയ്ഡ് ഓഫ് ദ ട്രൈറ്റ്. സോ ദ എഫക്റ്റ് ഓഫ് ഈച്ച് അലീൽ ഈസ് അഡിക്റ്റീവ്. ഓരോ അലീലിനും സ്കിൻ കളറിൻ്റെ ഷെയ്ഡിൽ സ്വാധീനമുണ്ട്. അതിനാൽ ഓരോ അലീലും സ്കിൻ കളറിൽ അധിഷ്ഠിതമാണ്. നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിലെ അഞ്ചാമത്തെ ടോപ്പിക്കായ പ്ലിയോട്രോപ്പി എന്താണെന്ന് പഠിക്കാം. പ്ലിയോട്രോപ്പി ഈസ് ദ എഫക്റ്റ് ഓഫ് എ ജീൻ ഓൺ മെറ്റബോളിക് പാത്വേസ് വിച്ച് പ്രൊഡ്യൂസ് ഡിഫറൻറ്റ് ഫീനോടൈപ്സ്. അതായത് ഒരു ജീൻ മെറ്റബോളിക് പാത്വേയിൽ ഡയറക്റ്റായി ഇൻവോൾവ് ചെയ്ത് മാറ്റങ്ങൾ ഉണ്ടാക്കി വ്യത്യസ്ത പ്രകടരൂപങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിഭാസമാണ് പ്ലിയോട്രോപ്പി. എ സിംഗിൾ ജീൻ ഇൻ എക്സിബിറ്റ് മൾട്ടിപ്പിൾ ഫീനോടൈപ്പിക് എക്സ്പ്രഷൻ ഈസ് കോൾഡ് പ്ലിയോട്രോപ്പിക് ജീൻ. ഇങ്ങനെ ഒരു ജീൻ മെറ്റബോളിക് പാത്വേയെ കൺട്രോൾ ചെയ്ത് അനേകം പ്രകടരൂപഭേദങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ അത്തരം ജീനുകളെ പ്ലിയോട്രോപ്പിക് ജീനുകൾ എന്ന് പറയുന്നു. എക്സാമ്പിൾസ്, പ്ലിയോട്രോപ്പിസവുമായി ബന്ധപ്പെട്ട ചില എക്സാമ്പിൾസ് പരിശോധിക്കാം. എ. സ്റ്റാർച്ച് സിന്തസിസ് ആൻഡ് സൈസ് ഇൻ പീ സീഡ്സ്. ബി. സിക്കിൾ സെൽ അനീമിയ. സി. ഫിനൈൽ കീറ്റോൺ യൂറിയ. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാർച്ച് സിന്തസിസ് ആൻഡ് സീഡ് സൈസ് ഇൻ പീ പ്ലാന്റ്. പ്ലിയോട്രോപ്പിക്ക് 3 എക്സാമ്പിളുകളാണുള്ളത്. 1. പയർവിത്തിൻ്റെ സൈസും അന്നജധർമ്മാണത്തിൻ്റെ അളവും. 2. സിക്കിൾ സെൽ അനീമിയ. 3. ഫിനൈൽ കീറ്റോൺ യൂറിയ. ഉദാഹരണമായി പയർവിത്തിലെ അന്നജധർമ്മാണം അതിൻ്റെ സീഡ് സൈസുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നോക്കാം. സ്റ്റാർച്ച് സിന്തസിസ് ഈസ് effectively done by B gene. B gene has 2 alleles, capital B and small b. അന്നജ നിർമ്മാണത്തിനെ നിയന്ത്രിക്കുന്നത് ബി ജീനാണ്. അതിൻ്റെ അലീലുകൾ ക്യാപിറ്റൽ ബിയും സ്മോൾ ബിയുമാണ്. ദ ജീൻ ബി എക്സിബിറ്റ് ഡ്യുവൽ ഫീനോടൈപ്പിക് എക്സ്പ്രഷൻസ്. 1. സ്റ്റാർച്ച് സിന്തസിസ്. 2. സീഡ് ഷേപ്പ് ആൻഡ് സൈസ് അക്കോർഡിംഗ് ടു ദ എമൗണ്ട് ഓഫ് സ്റ്റാർച്ച്. So the gene B is called pleiotropic gene and the phenomenon is called pleiotropy. അതായത് അന്നജ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന ബി ജീനിന് 2 ഇരട്ട ഗുണങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. 1. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം പാത്വേയിൽ പ്രവർത്തിച്ച് സ്റ്റാർച്ച് നിർമ്മാണത്തെ നിയന്ത്രിക്കുന്നു. 2. സ്റ്റാർച്ചിൻ്റെ അളവനുസരിച്ച് സീഡ് ഷേപ്പ്, സീഡ് സൈസ് ഇവയെ സ്വാധീനിക്കുന്നു. ഇങ്ങനെ 2 ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന ബി ജീനിനെ പ്ലിയോട്രോപ്പിക് ജീൻ എന്ന് പറയാം. ഈ പ്രതിഭാസത്തിനെ പ്ലിയോട്രോപ്പിസം എന്നും പറയാം. ആ ടേബിൾ ശ്രദ്ധിക്കുക. ക്യാപിറ്റൽ ബി എന്ന ഹോമോസൈഗസ് ഡോമിനൻ്റ് കണ്ടീഷനിൽ ഹൈ ലെവൽ സ്റ്റാർച്ച് സിന്തസിസ് നടക്കുന്നതിനാൽ സീഡ് സൈസ് കൂടും. ഇത്തരം സീഡ് റൗണ്ട് ആയിരിക്കും. ഇറ്റ് ഫോളോസ് മെൻഡൽസ് ലോ ഓഫ് ഡോമിനൻസ്. ഇനി ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്ന ഹെട്രോസൈഗസ് കണ്ടീഷനിൽ സ്റ്റാർച്ച് സിന്തസിസിൻ്റെ റേറ്റ് ആവറേജ് ആണ്. സോ സീഡ് സൈസ് ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും, സീഡ് ഷേപ്പ് റൗണ്ടുമായിരിക്കും. ഇവിടെ ഇൻ്റർമീഡിയറ്റ് സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് ഉദാഹരണവും എന്നാൽ സീഡ് ഷേപ്പ് കംപ്ലീറ്റ് ഡോമിനൻസിന് ഉദാഹരണവും ആണ്. അതായത് ഇൻ്റർമീഡിയറ്റ് സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് ഉദാഹരണവും എന്നാൽ സീഡ് ഷേപ്പ് റൗണ്ട് ആയതുകൊണ്ട് അത് ഗ്രിഗർ മെൻഡലിൻ്റെ ലോ ഓഫ് ഡോമിനൻസിനെ ഫോളോ ചെയ്യുന്നു. അതായത് കംപ്ലീറ്റ് ഡോമിനൻസ്. ഇനി സ്മോൾ ബി എന്ന റിസസീവ് കണ്ടീഷനിൽ സ്റ്റാർച്ച് സിന്തസിസ് എഫിഷ്യൻസി വളരെ കുറയുന്നത് കൊണ്ട് സ്റ്റാർച്ച് ഗ്രെയിൻസ് തീരെ ചെറുതും അതുകൊണ്ട് തന്നെ സീഡ് റിങ്കിൾഡ് അല്ലെങ്കിൽ ചുളുങ്ങിയതും ആയിരിക്കും. ഇതും ഗ്രിഗർ മെൻഡലിൻ്റെ ലോ ഓഫ് ഡോമിനൻസിനെ അനുസരിക്കുന്നു. നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിലെ 6th ടോപ്പിക്കായ ലിങ്കേജിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസിനോടൊപ്പം പഠിക്കാം. നമുക്ക് ഇനി മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിലേക്ക് തിരിച്ചു വരാം. ഗ്രിഗർ മെൻഡലിൻ്റെ സുപ്രധാന വർഗസങ്കരണമാണ്
ഡൈഹൈബ്രിഡ് ക്രോസ് അഥവാ ദ്വിസ്വഭാവ സങ്കരണം. ഇതിനെക്കുറിച്ച് ഇനി നമുക്ക് പഠിക്കാം. എ ഡൈഹൈബ്രിഡ് ക്രോസ് ഈസ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ടു ജീൻസ് ഓർ ഫാക്ടേഴ്സ് വിച്ച് കൺട്രോൾ ടു ക്യാരക്ടേഴ്സ് ആൻഡ് ഇറ്റ്സ് ഫോർ കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ്. മെൻഡൽ called it a dihybrid cross. മോണോഹൈബ്രിഡ് ക്രോസ് അറിയാമെങ്കിൽ ഡൈഹൈബ്രിഡ് ക്രോസ് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം മോണോഹൈബ്രിഡ് ക്രോസിൽ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ ഓർ വൺ ഫാക്ടർ ദാറ്റ് കൺട്രോൾ എ സിംഗിൾ ക്യാരക്ടർ എന്ന് പഠിക്കുമ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസിൽ ഇൻഹെറിറ്റൻസ് ഓഫ് ടു ജീൻസ് ഓർ ടു ഫാക്ടേഴ്സ് ദാറ്റ് കൺട്രോൾ ടു ക്യാരക്ടേഴ്സ് എന്ന് പഠിക്കണം. ഇതുമാത്രമാണ് മോണോഹൈബ്രിഡ് ക്രോസും ഡൈഹൈബ്രിഡ് ക്രോസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. സോ ഡൈഹൈബ്രിഡ് ക്രോസ് ഈസ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ടു ജീൻസ് ഓർ ഫാക്ടേഴ്സ് ആൻഡ് ഇറ്റ്സ് ടു പെയർ അലീൽസ്, ഓർ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ടു ക്യാരക്ടേഴ്സ് ഓർ ഇറ്റ്സ് ടു പെയർ കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ്, അഥവാ രണ്ട് ജോഡി വിപരീത ഗുണങ്ങൾ. ഇവയുടെ ഇൻഹെറിറ്റൻസിനെ ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയാം. So, a dihybrid cross is simply defined as the inheritance of two genes. For example, we are considering the inheritance of two characters, seed shape and seed color in garden peas. The genes responsible for these traits are capital R and capital Y. Refer the table of contrasting traits. Right side ടേബിൾ ശ്രദ്ധിക്കുക. അവിടെ ക്യാരക്ടേഴ്സിനെയും അവയുടെ ഡോമിനൻ്റ് റിസസീവ് ട്രേറ്റുകളെക്കുറിച്ചും അവയെ കൺട്രോൾ ചെയ്യുന്ന ഡോമിനൻ്റ് റിസസീവ് അലീലുകളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. അത് വ്യക്തമായി മനസ്സിലാക്കുക. അതായത് ദ്വിസ്വഭാവ വർഗസങ്കരണത്തിൽ രണ്ട് സ്വഭാവങ്ങളും അവയുടെ രണ്ട് ജോഡി വിപരീത ഗുണങ്ങളും ഒരേ സമയം പരിഗണിക്കുന്നു. ഇവിടെ വിത്തിൻ്റെ ആകൃതിയും നിറവും നമുക്ക് പരിഗണിക്കാം. ഇവയെ നിയന്ത്രിക്കുന്ന ജീനുകളാണ് ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ വൈയും. ഇത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചതാണ്. സംശയമുണ്ടെങ്കിൽ ആ ടേബിൾ ശ്രദ്ധിക്കുക. ഇനി ആ ടേബിൾ നമുക്കൊന്ന് വിശദമാക്കാം. സീഡ് ഷേപ്പ് രണ്ട് വിധത്തിലുണ്ട്, അല്ലെങ്കിൽ സീഡ് ഷേപ്പ് എന്ന ക്യാരക്ടറിന് രണ്ട് വിപരീത ഗുണങ്ങളുണ്ട്. പ്രകടഗുണമായ റൗണ്ടും ഗുപ്തഗുണമായ റിങ്കിൾഡും. റിങ്കിൾഡിനെ മലയാളത്തിൽ ചുളുങ്ങിയത് എന്ന് പറയുന്നു. അതുപോലെ സീഡ് കളറിനും രണ്ട് വിപരീത ഗുണങ്ങളുണ്ട്. മഞ്ഞ നിറം എന്ന പ്രകടഗുണവും പച്ച നിറം എന്ന ഗുപ്തഗുണവും. ഇങ്ങനെ രണ്ട് വിപരീത ജോഡി ഗുണങ്ങളുള്ള പയർ ചെടികളിലാണ് ദ്വിസ്വഭാവ വർഗസങ്കരണം ഗ്രിഗർ മെൻഡൽ നടത്തിയത്. ഗ്രിഗർ മെൻഡൽ ക്രോസ്ഡ് എ ട്രൂ ബ്രീഡിംഗ് റൗണ്ട് ഷേപ്ഡ് യെല്ലോ കളേർഡ് സീഡ് പീ പ്ലാന്റ് വിത്ത് എ റിങ്കിൾ ഷേപ്ഡ് ഗ്രീൻ കളേർഡ് സീഡ് പീ പ്ലാന്റ്. The hybrid seeds obtained were germinated to produce the first hybrid generation, which is also called filial 1 progeny or the F1. All the F1 progeny plants were round shaped, yellow colored seeded pre-plants. അതായത് ഗ്രിഗർ മെൻഡൽ ഉരുണ്ടതും മഞ്ഞ നിറമുള്ളതുമായ വിത്തുകളുള്ള പയർച്ചെടികളെ ചുളുങ്ങിയതും പച്ച നിറമുള്ളതുമായ വിത്തുകളുള്ള പയർച്ചെടികളുമായി വർഗസങ്കരണം നടത്തി. ഇതിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച ഫീലിയൽ 1 തലമുറയിലെ എല്ലാ സങ്കരയിന സസ്യങ്ങളുടെയും വിത്തുകൾ ഉരുണ്ടതും മഞ്ഞ നിറമുള്ളതുമായിരുന്നു. അതായത് 100% റൗണ്ട് യെല്ലോ സീഡഡ് പ്ലാന്റ്സ്. മെൻഡൽ then conducted self-pollination in the flowers of F1 plant and produced F2 progeny. He obtained hybrid seed plants in the ratio 9:3:3:1. This is called dihybrid phenotypic ratio. അതായത് ഗ്രിഗർ മെൻഡൽ F1 തലമുറ സൃഷ്ടിച്ചതിന് ശേഷം F1 സങ്കരസസ്യത്തിൽ സ്വപരാഗണം നടത്തി F2 സങ്കരസസ്യങ്ങളുടെ തലമുറയുണ്ടാക്കി. ഈ തലമുറയിലെ 16 സങ്കരയിനം സസ്യങ്ങളുടെ വിത്തുകളുടെ അനുപാതം പ്രകടരൂപത്തിൽ 9:3:3:1 ആണ്. അതായത് പ്രകടരൂപ അനുപാതം 9:3:3:1. അതായത് 16 സങ്കരയിനം സസ്യങ്ങളിൽ 9 എണ്ണത്തിന് ഉരുണ്ട മഞ്ഞ നിറത്തിലുള്ള വിത്തുകളും 3 എണ്ണത്തിന് ഉരുണ്ട പച്ച നിറത്തിലുള്ള വിത്തുകളും 3 എണ്ണത്തിന് ചുളുങ്ങിയ മഞ്ഞ നിറത്തിലുള്ള വിത്തുകളും ഒരു സസ്യത്തിന് ചുളുങ്ങിയ പച്ച നിറത്തിലുള്ള വിത്തുകളും ഉണ്ടായി. റൈറ്റ് സൈഡിലെ ടേബിളിൽ ടിപ്പിക്കൽ ഡൈഹൈബ്രിഡ് ക്രോസിലെ പാരൻസിൻ്റെ ജീനോടൈപ്പ് ശ്രദ്ധിക്കൂ. ഗ്രിഗർ മെൻഡൽ ക്രോസ് ചെയ്തത് ട്രൂ ബ്രീഡിൽപ്പെട്ട റൗണ്ട് യെല്ലോ കളേർഡ് സീഡും
റിങ്കിൾഡ് ഗ്രീൻ കളേർഡ് സീഡും ഉൾപ്പെടുന്ന പീ പ്ലാന്റ് തമ്മിലാണ് വർഗ്ഗസംകരണം നടത്തിയത്. അവയുടെ ജീനോടൈപ്പുകൾ അവിടെ കൊടുത്തിരിക്കുന്നു. ഒരു ടിപ്പിക്കൽ ഡൈഹൈബ്രിഡ് ക്രോസിൽ ഗ്രിഗർ മെൻഡൽ പരിഗണിച്ച ഫീനോടൈപ്പും ജീനോടൈപ്പുമാണ് ആ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഫീനോടൈപ്പുകളാണ് റൗണ്ട് യെല്ലോ സീഡും റിങ്കിൾഡ് ഗ്രീൻ സീഡും. ഇവ രണ്ടും ട്രൂ ബ്രീഡ് ഹോമോസൈഗസ് ആയതുകൊണ്ട് തന്നെ ഇവയുടെ ജീനോടൈപ്പ് റൗണ്ട് യെല്ലോ സീഡിൻ്റേത് ഡബിൾ ഡോമിനൻ്റ് ആയതുകൊണ്ട് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ. റിങ്കിൾഡ് ഗ്രീൻ സീഡ് ഡബിൾ റിസസീവ് ആയതുകൊണ്ട് സ്മോൾ ആർ സ്മോൾ വൈ ആയിരിക്കും. ഇനി ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് ചെയ്യുന്ന വിധം ഡീറ്റെയിൽ ആയി പഠിക്കാം. ഉരുണ്ട വിത്ത് എന്ന പ്രകടഗുണത്തെ അല്ലെങ്കിൽ ഡോമിനൻ്റ് ട്രേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന അലീൽ ക്യാപിറ്റൽ ആർ ആണല്ലോ. അതുപോലെ ചുളുങ്ങിയ വിത്തെന്ന പ്രകടഗുണത്തെ കൺട്രോൾ ചെയ്യുന്ന അലീൽ സ്മോൾ ആർ ആണല്ലോ. അതുപോലെ തന്നെ മഞ്ഞ നിറം എന്ന പ്രകടഗുണത്തെ ഡോമിനൻ്റ് അലീലായ ക്യാപിറ്റൽ വൈ ആണ് നിയന്ത്രിക്കുന്നത്. അതുപോലെ പച്ചനിറം എന്ന ഗുപ്തഗുണത്തെ സ്മോൾ വൈ എന്ന റിസസീവ് അലീലാണ് നിയന്ത്രിക്കുന്നത്. അതായത് ജീനുകൾ ക്യാപിറ്റൽ ആർ ആൻഡ് ക്യാപിറ്റൽ വൈ, അലീലുകളാകട്ടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആൻഡ് ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്നിങ്ങനെ യഥാക്രമത്തിൽ പറയാം. ഇനി ക്രോസ് നോക്കുക. റൗണ്ട് യെല്ലോ സീഡ് പ്ലാന്റിൻ്റെ ജീനോടൈപ്പ് അല്ലെങ്കിൽ ജനിതക രൂപം ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ആയിരിക്കുമല്ലോ. കാരണം ഇത് ട്രൂ ബ്രീഡ് ഹോമോസൈഗസ് ആണ്. അതുപോലെ റിങ്കിൾഡ് ഗ്രീൻ സീഡിൻ്റെ ജീനോടൈപ്പ് അല്ലെങ്കിൽ ജനിതക രൂപം സ്മോൾ ആർ സ്മോൾ വൈ ആണ്. കാരണം ഇതും ട്രൂ ബ്രീഡ് ഹോമോസൈഗസ് കണ്ടീഷനിലാണ്. ഇങ്ങനെ രണ്ട് ഹോമോസൈഗസ് പാരൻസിനെ ക്രോസ് ചെയ്യുന്നു. അവയുടെ ഗ്യാമേറ്റ് ശ്രദ്ധിക്കുക. പാരൻസിൻ്റെ ജീനോടൈപ്പായ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈയും സ്മോൾ ആർ സ്മോൾ വൈയും ഗ്യാമേറ്റുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഗ്യാമേറ്റുകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഈ ജീനുകൾ സെപ്പറേറ്റ് ചെയ്ത് വ്യത്യസ്ത സ്ട്രെയിറ്റുകളുടെ അലീലുകൾ ഇൻഡിപെൻഡൻ്റ് ആയി ഗ്യാമേറ്റിൽ അസോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ബീജങ്ങളിൽ ഒന്നിൽ ക്യാപിറ്റൽ വൈയും മറ്റേതിൽ സ്മോൾ വൈയും ഉണ്ടായിരിക്കും. ഇവ തമ്മിൽ ബീജസങ്കലനം നടന്ന് F1 തലമുറ ഉണ്ടാകുന്നു. ഈ തലമുറയിലെ സങ്കര സസ്യത്തിൻ്റെ അല്ലെങ്കിൽ F1 ഹൈബ്രിഡിൻ്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ആയിരിക്കുമല്ലോ. അതായത് ഹെട്രോസൈഗസ് കണ്ടീഷൻ. ഉരുണ്ടതും മഞ്ഞ നിറത്തിലുമുള്ളതുമായ വിത്തുകൾ എന്ന പ്രകടഗുണത്തോടു കൂടിയ സങ്കരസസ്യം. തുടർന്ന് മെൻഡൽ ഈ F1 സസ്യത്തിൽ സ്വപരാഗണം നടത്തി ഉൽപ്പാദിപ്പിച്ച F2 തലമുറയിലെ സങ്കരയിന സസ്യങ്ങളിൽ ആകെ സങ്കരയിന സസ്യങ്ങളായ 16 സസ്യങ്ങളിൽ 9 എണ്ണം ഉരുണ്ട മഞ്ഞ നിറത്തിലുള്ള സീഡുകളോട് കൂടിയ സസ്യങ്ങളും 3 എണ്ണം ഉരുണ്ട പച്ച നിറത്തിലുള്ള സീഡുകളോട് കൂടിയ സസ്യങ്ങളും 3 എണ്ണം ചുളുങ്ങിയ മഞ്ഞ നിറത്തോടു കൂടിയ വിത്തുകളുള്ള സസ്യങ്ങളും 1 സസ്യം ചുളുങ്ങിയ പച്ച നിറത്തിലുള്ള വിത്തുകളോട് കൂടിയതും ആയിരുന്നു. അങ്ങനെ ആകെ 16 സങ്കരയിന സസ്യങ്ങൾ. ആ ടേബിൾ ശ്രദ്ധിക്കുക. ആ ടേബിളിൽ F2 പ്രോജനീസിനെ എല്ലാം റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. അവയുടെ ഫീനോടൈപ്പും ജീനോടൈപ്പും വ്യക്തമായി നോക്കി മനസ്സിലാക്കുക. ലെഫ്റ്റും റൈറ്റും ഉള്ള ഗ്യാമേറ്റുകൾ ഫ്യൂസ് ചെയ്താണ് പ്രോജനീസ് ഉണ്ടാകുന്നത്. ജീനോടൈപ്പ് ആൻഡ് ഫീനോടൈപ്പ് ഓഫ് ഈച്ച് പ്രോജനി ശ്രദ്ധിക്കുക. ബാഹ്യരൂപ അനുപാതം ഫീനോടൈപ്പ് റേഷ്യോ 9:3:3:1 എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ജനിതക രൂപ അനുപാതം അല്ലെങ്കിൽ ജീനോടൈപ്പ് റേഷ്യോ 1:2:4:2:1:2:1 ആയിരിക്കും. F2 ജനറേഷനിൽ നിന്ന് മെൻഡൽ മനസ്സിലാക്കിയ വസ്തുത സീഡ് കളർ ട്രേറ്റും സീഡ് ഷേപ്പ് ട്രേറ്റും 3:1 എന്ന റേഷ്യോയിൽ തന്നെയാണ് സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 3 യെല്ലോ:1 ഗ്രീൻ അല്ലെങ്കിൽ 3 റൗണ്ട്:1 റിങ്കിൾഡ് ട്രേറ്റ് എന്ന മോണോഹൈബ്രിഡ് റേഷ്യോവുമായി ഇത് പൂർണ്ണമായി യോജിക്കുന്നു. ഈ രണ്ട് റേഷ്യോകളെ തമ്മിൽ സംയോജിപ്പിക്കുമ്പോൾ അതായത് 3:1 × 3:1 നമുക്ക് 9:3
3:3:1 എന്ന റേഷ്യോ കിട്ടുന്നു. അതായത് മോണോഹൈബ്രിഡ് ഫീനോടൈപ്പ് റേഷ്യോയും ഡൈഹൈബ്രിഡ് ഫീനോടൈപ്പ് റേഷ്യോയും രണ്ടും സമാനമാണ്. മോണോഹൈബ്രിഡിൽ ഒരു ക്യാരക്ടർ വന്നപ്പോൾ ഇവിടെ 2 ക്യാരക്ടറുകൾ ഇൻഹെറിറ്റ് ചെയ്തു എന്ന് മാത്രം. കുട്ടികളെ, ഈ സ്ലൈഡ് ശ്രദ്ധിക്കൂ. ലെഫ്റ്റ് സൈഡിലെ ക്രോസ് ഒരു ടിപ്പിക്കൽ ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. ഇത് ഒരു പുന്നറ്റ് സ്ക്വയറിൻ്റെ സഹായത്താൽ ചെയ്തിരിക്കുന്നുവെന്ന് മാത്രം. ഈ പുന്നറ്റ് സ്ക്വയറിൻ്റെ സഹായത്താൽ ചെയ്തിരിക്കുന്ന ഡൈഹൈബ്രിഡ് ക്രോസ് ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കുക. അതുപോലെ റൈറ്റ് സൈഡിൽ ജനിതക രൂപ അനുപാതം അഥവാ ജീനോടൈപ്പ് റേഷ്യോ കിട്ടിയതെങ്ങനെയെന്ന് വിശദമാക്കിയിരിക്കുന്നു. മോണോഹൈബ്രിഡ് ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് റേഷ്യോസ് യഥാക്രമം 3:1 ആൻഡ് 1:2:1 എന്നാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതിന് സമാനമായ അനുപാതം തന്നെയാണ് ഡൈഹൈബ്രിഡ് ക്രോസിലെ ഫീനോടൈപ്പ് ജീനോടൈപ്പ് റേഷ്യോകൾ. അതായത് 9:3:3:1 1:2:1:2:4:2:1:1. ഇവിടെ 2 സ്വഭാവങ്ങളും അവയുടെ 4 പെയർ അലീലുകളും ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ വരുന്ന അനുപാതത്തിലെ മാറ്റം മാത്രമാണ്. ഓരോ അലീലിക് പെയറുകളും മറ്റ് അലീലുകളുമായി എങ്ങനെ കമ്പൈൻ ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ അവിടെ നോക്കി മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾ ആ ടേബിളും ശ്രദ്ധിക്കുക. അവിടെ വ്യത്യസ്ത അലീലുകളുടെ കോമ്പിനേഷൻസ് കാണിക്കുന്ന ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലൂടെ കിട്ടുന്ന ഫീനോടൈപ്പുകളും അവയുടെ ജീനോടൈപ്പുകളും ഇവയുടെ റേഷ്യോസും നിങ്ങൾക്ക് ഈസിയായി മനസ്സിലാക്കാം. ഇതാണ് ടിപ്പിക്കൽ ഡൈഹൈബ്രിഡ് ജീനോടൈപ്പ് റേഷ്യോ. ഗ്രിഗർ മെൻഡലിൻ്റെ 3rd ലോ കൂടെ പഠിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് അഥവാ സ്വതന്ത്ര അപവ്യൂഹന നിയമം. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ 2 pairs of traits are combined in a hybrid, segregation of one pair of characters is independent of the other pair of characters. This is purely based on a typical dihybrid cross. ഗ്രിഗർ മെൻഡൽ തൻ്റെ ദ്വിവർഗ സങ്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച 3ാമത്തെ നിയമമായ സ്വതന്ത്ര അപവ്യൂഹന നിയമം. ഇതനുസരിച്ച് 2 വിപരീത ജോഡി സ്വഭാവഗുണങ്ങളുള്ള സസ്യങ്ങളെ വർഗസങ്കരണം നടത്തുമ്പോൾ ഓരോ ജോഡി സ്വഭാവ സവിശേഷതകളും അടുത്ത തലമുറയിലേക്ക് സ്വതന്ത്രമായി വ്യാപരിക്കുന്നു. വിശദീകരണം ശ്രദ്ധിക്കൂ. F1 തലമുറയിലെ R, R, Y, y എന്ന ജീനോടൈപ്പിലെ 2 വിപരീത ജോഡി ജീനുകൾ ഊനഭംഗ സമയത്ത് വേർപിരിയുന്നു, ഇൻഡിപെൻഡൻ്റായി സെപ്പറേറ്റ് ചെയ്യുന്നു. അതായത് Rഉം r ആയും Yയും y ആയും സെപ്പറേറ്റ് ചെയ്യുന്നു. ആകെ 4 ബീജകോശങ്ങൾ ഉണ്ടാകുന്നതിൽ 50% ബീജകോശങ്ങളിൽ R ജീനും ശേഷിച്ച 50% ബീജകോശങ്ങളിൽ r ജീനും ഉണ്ടായിരിക്കും. ഓരോ ബീജകോശങ്ങളിലും R അല്ലെങ്കിൽ r കൂടാതെ Y അല്ലെങ്കിൽ y ജീനുകളും വഹിക്കുന്നു. ഇവിടെ ഓർമ്മിക്കേണ്ട കാര്യം 50% R, അതുപോലെ 50% r, 50% Y, 50% y ജീനുകൾ ഇവയുടെ വേർപിരിയൽ തികച്ചും സ്വതന്ത്രമാണ്. അതായത് R ജീനിനെ വഹിക്കുന്ന 50% ബീജകോശങ്ങൾ Yയെയും yയെയും വഹിക്കുന്നു. അതായത് R Y എന്ന ഗ്യാമേറ്റും R y എന്ന ഗ്യാമേറ്റും. ഇങ്ങനെ 50% ഗ്യാമേറ്റുകൾ ഉണ്ടാകുന്നു. അതുപോലെ r എന്ന ജീനിനെ വഹിക്കുന്ന 50% ബീജകോശങ്ങളും Yയെയും yയെയും വഹിക്കുന്നു. അതായത് r Y എന്ന ഗ്യാമേറ്റും r y എന്ന ഗ്യാമേറ്റും. ഇങ്ങനെ 50% ഗ്യാമേറ്റുകൾ. ഇങ്ങനെ 4 തരം ഗ്യാമേറ്റുകൾ, ജനിതഘടനയുള്ള ഗ്യാമേറ്റുകൾ ഉണ്ടാകുന്നു. ആ 4 ടൈപ്പ് ഗ്യാമേറ്റുകളും അവയുടെ ജീനോടൈപ്പുകളും നോക്കാം. ഇത്തരം ഗ്യാമേറ്റുകളിൽ മെയിൽ ഗ്യാമേറ്റായ സ്പേംസും ഫീമെയിൽ ഗ്യാമേറ്റായ എഗ്സും വരുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഗ്യാമേറ്റുകളുടെ ജീനോടൈപ്പ് ശ്രദ്ധിക്കുക. 25% ഗ്യാമേറ്റുകളിൽ R Yയും 25% ഗ്യാമേറ്റുകളിൽ R y യും
25% ഗ്യാമേറ്റുകളിൽ സ്മോൾ ആർ ക്യാപിറ്റൽ വൈയും 25% ഗ്യാമേറ്റുകളിൽ സ്മോൾ ആർ സ്മോൾ വൈയും ഉണ്ടായിരിക്കും. അതായത് വ്യത്യസ്ത ജീനോടൈപ്പിലെ 4 ഗ്യാമേറ്റുകൾ ഉണ്ടാകുന്നു. ഓരോന്നും 25% വീതം. പുന്നറ്റ് സ്ക്വയറിൻ്റെ സഹായത്താലും ബീജങ്ങൾ അല്ലെങ്കിൽ ബീജകോശങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് നമുക്ക് വളരെ എളുപ്പത്തിന് മനസ്സിലാക്കാം. ഒരു പുന്നറ്റ് സ്ക്വയറിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയി അലീലുകൾ എഴുതി നമുക്ക് ബീജകോശങ്ങളുടെ ജീനോടൈപ്പ് ഈസിയായി കണ്ടെത്താം. അവയുടെ പെർസെൻറ്റേജും അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ ശ്രദ്ധിക്കുക. ഇനി കുറച്ച് അസൈൻമെൻറ്റ്സ് തരാം. ഇത് നോട്ടിൽ എഴുതാൻ മറക്കരുത്. 1. Why AB blood group alone considered as example for codominance? 2. How sorting of alleles in gametes occur? 3. Prepare a typical dihybrid cross considering flower color and flower position in pea plants. 4. What is pleiotropism? Explain with an example. 5. Why the inheritance of human skin color is called quantitative? 6. Father has A blood group, mother has B blood group, both in heterozygous condition. Find out the possible blood groups of their children. 7. What is incomplete dominance? How it deviates from Mendel's law? Give example. ഇതോടുകൂടി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 അവസാനിക്കുകയാണ്. ഇതുവരെ ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.